ഓരോ പണി വരുന്ന വഴി നോക്കണേ. തൂണിന് കുഴിയെടുത്ത സ്ഥലമാണ്. അവിടെ തന്നെ പൈപ്പ് ലൈൻ വന്ന് മുറ്റ് പണി കിട്ടി. ഇനി നമ്മൾ പ്ലംബിംഗ് വർക്കും കൂടെ ചെയ്യണം. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ മറ്റൊരു സോറി. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ഭാഗത്ത് ഷീറ്റ് ഇടാൻ പോകണം. ഇവിടെ ഇത്രയും ഒരു അടുക്കള പോലെ കെട്ടിയെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഷീറ്റ് ഇടാൻ പോകണം. അപ്പോൾ ഇവിടുത്തെ ഒരു പണി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാൻ ഷീറ്റ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ മുകളിൽ ആയിപ്പോവും. ഇതിൻ്റെ മുകളിൽ നിന്ന് വീഴുന്ന വെള്ളം പിന്നെ നമുക്ക് അകത്തേക്ക് ഒലിച്ചിറങ്ങും. അത് കാരണം ഞാൻ ഈ ഷെയ്ഡിൻ്റെയും ചരിഞ്ഞ ഷെയ്ഡിൻ്റെ ഇടയിലൂടെയാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇടുമ്പോൾ നമുക്ക് വെള്ളം എന്തായാലും അകത്തോട്ട് വീഴത്തില്ല. അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ തൂണ് വരും. അപ്പോൾ അവിടെ തൂണിട്ടിട്ട് നമുക്ക് ഒരു ഒറ്റ തൂണേ കൊടുക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ ഈ സൈഡ് നമ്മൾ ഇവിടെ ഭിത്തിയിൽ പിടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സാധനങ്ങൾ മേടിച്ചെടുത്തുണ്ട്. നമുക്ക് ഇതൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കണം. അപ്പോൾ 3-1, 2-1, 1-1, പിന്നെ ഷീറ്റ് നമ്മൾ ഇതാണ്ട് JSWൻ്റെ ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ 2 ഇഞ്ച് റൗണ്ട് പൈപ്പ് എടുത്തിട്ടുണ്ട്. അത് തൂണ കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എത്ര സാധനമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ഇവിടെ കുഴി എടുക്കുക എന്നുള്ളതാണ്. നമുക്കിനി കുഴി എടുക്കണം ആദ്യം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ സ്ക്വയർ ട്യൂബുകളെല്ലാം മേടിച്ചിട്ടേക്കുന്നത് നമുക്ക് ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് തൂണ് കുഴിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെയാണ് തൂണ് നമ്മൾ കുഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ മതിലിനോട് ചേർന്ന് ഇവിടെ ചിട്ട കെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പണിയുടെ ഇടയ്ക്ക് നമുക്ക് വേറൊരു മുട്ട പണി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്കൂടെ പൈപ്പ് പോയിട്ടുണ്ടായിരുന്നു. അത് ഇവിടുത്തെ വീട്ടുകാരും പറഞ്ഞില്ല, ഞാനും ശ്രദ്ധിച്ചില്ല. സത്യത്തിൽ ഈ പൈപ്പ് വെച്ച് ഞാൻ അളന്ന കുഴിയുടെയും സൈഡിൽ കൂടെയാണ് പോയിരുന്നത്. അപ്പോൾ സൈഡിൽ എന്തോ ഇരിക്കുന്ന കണ്ട് ഇച്ചിരി കൂടെ അങ്ങ് തോണ്ടി എടുക്കാൻ കരുതി ഒരു കുത്തം വെച്ച് കൊടുത്ത് വെള്ളം എല്ലാം കൂടെ വെളിയിൽ ചാടി. ഒരു വല്ലാത്ത പണിയായി പോയി. ഇവിടെ ആണെങ്കിൽ ഒരു 3-4 പൊട്ടൽ ഇതിനു മുമ്പ് പൊട്ടിയൊരു സ്ഥലമാണ്. അവിടെ കപ്ലിംഗ് ഒക്കെ ഇട്ട് വെച്ചിരുന്ന സ്ഥലമാണ്. അവിടെ തന്നെ വീണ്ടും പൊട്ടിച്ചെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത പ്ലംബിങ്ങിൻ്റെ പണി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതും കൂടെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഓരോ നമ്മുടെ പണി കൂടുന്നതിന് കാരണമാണ്. ഇങ്ങനെ കുറേ പണികൾ വരും ഇടയിൽ കൂടെ. നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത സമയത്ത് വരുന്ന പണികളാണിത്. അപ്പോൾ ഇതിപ്പം നമ്മളൊരു കുഴി എടുക്കുന്ന സമയത്ത് ഇതും കൂടെ പൊട്ടിയത് കാരണം നമുക്ക് വലിയൊരു പണിയായി. കാരണം ഇത് ഒട്ടിക്കണമെങ്കിൽ കുറച്ച് വീതിക്ക് നമ്മൾ കുറച്ച് മണ്ണ് മാറ്റേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് വീതിക്ക് എടുത്തു. പിന്നെ കപ്ലിങ് അടിച്ച് പിന്നെ അത് ഒട്ടിച്ച് എന്തായാലും നമ്മുടെ സമയം പോയി. ഇത് വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടെ അപ്പം മഴ സീസൺ ആയത് കാരണം മഴയും പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് ഈ പണി കൂടെ കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് പണി കുറച്ചും കൂടെ താമസിക്കും. അപ്പം എങ്ങനെയായാലും നമ്മൾ എന്തായാലും അത്യാവശ്യം അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ പ്ലംബിങ്ങിൻ്റെ പണി കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതേപോലെ ഭിത്തിയിൽ പ്ലേറ്റ് അടിക്കുകയാണ്. 4 കാലിൻ്റെ ഹോൾ പ്ലേറ്റ് ആണ്. അപ്പോൾ അതിൽ ആങ്കർ ബോൾട്ട് ഇട്ട് നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. ഇത് മുറിക്കുന്നതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഒരു സൈഡ് ഉത്തരം ഇതിലാണ് പിടിപ്പിക്കുന്നത്. ഇപ്പുറത്തെ സൈഡ് നമ്മൾ തൂണിൽ പിടിപ്പിക്കും. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഒരു 4 പ്ലേറ്റ് അടിച്ചിട്ട് കഴുക്കോൽ ഇറക്കുന്നുണ്ട്. അപ്പോൾ അത് 2-1-ൻ്റെയാണ് കഴുക്കോൽ കൊടുക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ട് ചരിവ് വരും. ഒരുപാട് ചരിവ് കൊടുക്കുന്നില്ല. ഇവിടെ ഒരുപാട് ചരിവ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അടുപ്പാണ് അവർ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുപ്പ് വെക്കുമ്പോൾ ചൂടടിച്ചിട്ട് നമ്മുടെ ഷീറ്റൊക്കെ പെട്ടെന്ന് ദ്രവിച്ച് തുരുമ്പിടിച്ച് പോകും. അപ്പോൾ അതാണ് നമ്മൾ ഒരുപാട് ചരിവ് കൊടുക്കുന്നില്ല. വെള്ളം പോകാനുള്ള ജസ്റ്റ് ഒരു ചെറിയൊരു ചരിവ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഉത്തരം വെച്ച് ബിൽഡ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് പണിയുടെ ഇടയ്ക്ക് വീണ്ടും പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മഴയും പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഴ പെയ്ത് കാരണം നമ്മൾ പാടത്തും കൂടെ വലിച്ച് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഇത്രയും നമ്മൾ ഉത്തരം വെച്ചിട്ട് വെൽഡ് ചെയ്ത സമയത്ത് മഴ പെയ്ത്. അപ്പോൾ ഈ സൈഡ് നമ്മൾ ഇതേപോലെ പ്ലേറ്റ് അടിച്ചിട്ട് 4 കാലിൻ്റെ പ്ലേറ്റ് അടിച്ചിട്ട് ഇവിടെ കഴുക്കോലൊരെണ്ണം വെച്ച് ഇതേപോലെ വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. 10 അടിക്കാണ് നമ്മൾ ഷീറ്റ് മേടിച്ചിരിക്കുന്നത്. ഇത് 9 അടിക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചരട് കെട്ടിയിട്ട് ഇനി അപ്പുറത്ത് ഒരെണ്ണം വെച്ച് വെൽഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്തും കൂടെ ചരട് കെട്ടി ലെവലാക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്കി കൂടെ വെൽഡ് ചെയ്തെടുക്കാം. ആ ചരടിൻ്റെ അളവിനാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. എന്തായാലും അടുത്ത മഴ പെയ്ത് തോന്നുമ്പോഴത്തേക്ക് നമ്മൾ ടാർപ്പ് അഴിക്കുകയാണ്. ടാർപ്പ് അഴിച്ച് മാറ്റിയ ശേഷം നമുക്ക് അടുത്ത കഴുക്കോലും കൂടെ സെറ്റ് ചെയ്യാം. ഒരു മെനക്കെട്ട പരിപാടിയാണ് ഈ മഴ സമയത്ത് നമ്മുടെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പണിയും നടക്കത്തില്ല, നമ്മുടെ സാധനങ്ങളും നശിക്കും. അതാണ് വേറൊരു വിഷയം. ടാർപ്പ് അഴിച്ച് മാറ്റിയപ്പോഴത്തേക്ക് വീണ്ടും മഴ പെയ്യുന്നത്. അപ്പം വീണ്ടും നമുക്ക് പണി കിട്ടി. അപ്പോൾ മഴ കാരണം നമുക്ക് വീഡിയോ ഒക്കെ ഫുൾ എടുക്കുന്നതിനെല്ലാം ബുദ്ധിമുട്ടായി. അപ്പോൾ നമ്മൾ എന്തായാലും ഇതേപോലെ കഴുക്കോല് വെച്ചിട്ട് പട്ടിയെല്ലാം എടുത്ത് മുകളിൽ വെച്ചിട്ടുണ്ട്. നമുക്കിനി കഴുക്കോലിൻ്റെ പരിപാടി കഴിഞ്ഞ് നമ്മൾ ഫുൾ ഇതേപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ പട്ടിയിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ പട്ടിയിൽ നമുക്ക് വെച്ചിട്ട് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ 3 അടി ഗ്യാപ്പിലാണ് പട്ടിയിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് വെൽഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് അടുത്ത പണി കിട്ടും. അങ്ങനെ പട്ടിയിൽ നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്ത് സ്ട്രക്ചറിൻ്റെ പരിപാടി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കഴുക്കോലിൻ്റെയും സ്ട്രക്ചറിൻ്റെ പരിപാടി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഷീറ്റ് കയറ്റാം. നമ്മൾ ഷീറ്റ് കയറ്റുന്നതിന് മുമ്പ് ഇതിന് പുറത്തുള്ള ഈ പ്ലാസ്റ്റിക് കവർ എടുത്ത് കളയാണ്. ഈ പ്ലാസ്റ്റിക് കവർ ഇട്ടുകൊണ്ട് ഒരിക്കലും നമ്മൾ ഷീറ്റ് എടുത്തിടരുത്. പെട്ടെന്ന് വെള്ളം കെട്ടിയൊന്ന് തുരുമ്പെടുത്ത് നശിച്ചു പോകും. അപ്പോൾ നമ്മൾ ആ സ്റ്റിക്കർ കളയാണ്. അതിനുശേഷം നമുക്ക് ഷീറ്റ് കയറ്റാം.
ഷീറ്റിൽ നിന്ന് ഫുള്ള് നമ്മൾ കവർ ഇളക്കി കഴിഞ്ഞിട്ട് ഇതേപോലെ നമ്മൾ 2 ഷീറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 കയറ്റി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചരിവ് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഷീറ്റ് മാത്രം നമ്മൾ കയറ്റി ഇട്ടിട്ട് ബാക്കി ഷീറ്റ് ഇടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരത്തില്ല. 2 ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ 2 ഇട്ട് ഈ ബാക്കി ഷീറ്റ് കൂടെ കയറ്റിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വർക്ക് അങ്ങനെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇതാണ് വർക്കിൻ്റെ അവസ്ഥ. അങ്ങനെ എത്രയുള്ള നമ്മളത് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇതുപോലുള്ള വീഡിയോ ഇനിയും വരാൻ ശ്രമിക്കുന്നത് കാണാം. അപ്പോൾ നിങ്ങൾ മറ്റ് വീഡിയോകൾ കാണാൻ താല്പര്യമുള്ളവർ ചാനൽ കയറി ചെക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ബൈ.